ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നീറ്റ് ഫിസിക്സിൽ എല്ലാ കൊല്ലവും നമുക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നത് ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്ത്. ഫീൽഡിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്, പിന്നെ പൊട്ടൻഷ്യലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോബബിലിറ്റി ഉള്ളത് ഗോസസ് ലോ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡൈപോൾ, പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ നമുക്ക് ഡൈപോളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി കപ്പാസിറ്ററിൽ നിന്ന് കൺഫേംഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഏതർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡൈപോൾ, ഇതുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഫീൽഡും പൊട്ടൻഷ്യലും ഗോസസ് ലോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീൽഡിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ചാർജ് എടുക്കുകയാണ്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജും അതിന് ചുറ്റുമുള്ള സ്പേസിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആ ചാർജിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന റീജിയണിലെല്ലാം നമുക്കൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഈ വെക്ടറിനാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയാം. അപ്പം ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ ദ ഫീൽഡ് ഈസ് ഓൾവേസ് റേഡിയലി ഔട്ട്. ദ നെഗറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, റേഡിയലി ഇൻവേർട്സ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അവ അട്രാക്ട് ചെയ്യും. അവ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ കഴിയും. അതിനെ കൂളുംസ് ലോ എന്ന് പറയുന്നു. കൂളുംസ് ലോ പറയുന്നു 1/4πε0 രണ്ട് ചാർജിൻ്റെയും പ്രോഡക്റ്റ് Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ അറിയൂ. നമുക്കിതിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളൊരു r ക്യാപ് വെക്ടർ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. r ക്യാപ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കോമ്പിനേഷൻ. Q1 ഉം Q2 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ r ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഒരു മൈനസും കൂടി ഇട്ട് കൊടുക്കണം. നേരെ മറിച്ച് Q1 Q2 അതായത് രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആർ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. രണ്ട് സിമിലർ ആയിട്ടുള്ള ചാർജ് വരികയാണെങ്കിൽ നമുക്ക് ആർ വെക്ടറിനെ, ആർ ക്യാപ് യൂണിറ്റ് വെക്ടറിനെ പോസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ ഫോഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് വേണം. ഓക്കെ, സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് the electrostatic force is conservative. Okay, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ബോഡി ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ എ സ്പെറിക്കൽ ഒബ്ജക്റ്റ്. ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റിൽ ഞാൻ ചാർജ് കൊടുക്കുകയാണ്. ചാർജ് കൊടുക്കുമ്പോഴേക്കും അത് യൂണിഫോം ആയിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഒരു സ്പെറിക്കൽ കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അത് യൂണിഫോം ആയിട്ട് ആ ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചെറിയൊരു എക്സ്റ്റേണൽ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ആ ചാർജിനെ ഞാൻ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് പോയി. ഓക്കെ, സോ ഈ പാത്ത് ഇങ്ങനത്തെ ഒരു ആർബിട്രറി പാത്ത് വഴിയാണ് പോയത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ, ആ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴി ഞാൻ ആ ഒരു ബോഡിയെ മൂവ് ചെയ്തു. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ മൂവ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കേസിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഏത് പാത്ത് വഴിയാണ് ഞാൻ ചെയ്യാമെന്ന് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ വർക്കിൻ്റെ ഡെഫിനേഷൻ എന്താ? F.ds അല്ലേ, F.ds. അപ്പോൾ വർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാത്തിൽ നിന്ന് ഈ പാത്തിലോട്ട് പോകുമ്പോഴേക്കും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ കർവ്ഡ് പാത്തിനായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാറ്. പക്ഷേ ഈ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് വർക്ക് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഇനി ഏതൊക്കെ പാത്ത് എടുത്താലും, ഓക്കെ, സോ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഏതൊക്കെ പാത്ത് കൺസിഡർ ചെയ്താലും വർക്ക് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാത്തിലുള്ള വർക്ക് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി വർക്ക് ഡൺ ബിറ്റ്വീൻ എ ആൻഡ് ബി ത്രൂ ദ സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ ഒരു കർവ്ഡ് ലൈൻ. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയാം വർക്ക് ഡൺ. ഏതൊക്കെ പാത്ത് തന്നിരുന്നാലും വർക്ക് ഡൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴേക്കും എയും ബിയും എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എയും ബി എന്ന് പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ബോഡി ഞാൻ ചാർജിന് ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് എടുത്തു, പിന്നെ വീണ്ടും ബിയിൽ നിന്ന് എയിലോട്ട് എടുത്തു. ഓക്കെ, സോ എയും ബിയും കണക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ് ആണ്. പക്ഷേ ഞാൻ ആദ്യം ആ ബോഡിയെ എയിൽ നിന്ന് ബിയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് ബിയിൽ നിന്ന് എയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. വിച്ച് മീൻസ്
ഒരു ക്ലോസ്ഡ് പാത്തായിട്ട് ഞാൻ ചാർജിനെ മൂവ് ചെയ്തു. ഒരു ക്ലോസ്ഡ് പാത്തായിട്ട് മൂവ് ചെയ്താൽ വാട്ട് ഈസ് എ വർക്ക് ഡൺ? അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ക്ലോസ്ഡ് പാത്ത് എന്ന് കേട്ടാലേ വർക്ക് ഡൺ 0 ആയിട്ട് നമ്മൾ കൊടുക്കുക. ഈ കണ്ടീഷൻ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സിലും യൂസ് ചെയ്യാം. ഏതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ഗ്രാവിറ്റേഷൻ ഫീൽഡിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ മാറുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ് രണ്ടും സെയിം ആണ്. അപ്പം ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഒരു ബോഡി ഓഫ് ക്യാപിറ്റൽ എം മാസ് ഉണ്ട്, ഒരു സ്മോൾ എം മാസ് ഉണ്ട്. ഈ ഓബ്ജക്റ്റിനെ എ എന്ന് പറയുന്ന ബിയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വർക്ക്, എങ്ങനെ കണ്ടീഷൻ, അതെല്ലാം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അതേ ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആർ കൺസർവേറ്റീവ് നാച്ചർ. അപ്പോൾ വർക്ക് ഡൺ ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വർക്ക് ഡൺ ഫോർ എ ക്ലോസ് പാത്ത് ഈസ് ഓൾവേസ് 0. ഓക്കെ, ഈ 2 കണ്ടീഷൻസ് നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും ഡയമെൻഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ എന്തൊക്കെയാണ്? അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് m⁻⁻1 L (-2 T4 I²). Okay, so B m⁻⁻1 L⁻⁻3 T⁻⁴ I² m⁻⁻2 L⁻⁻3 T⁻⁴ and finally I². m² L⁻⁻4 T³ and I. ഓക്കെ, സോ ഈ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ? എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ വരുമ്പോഴേക്കും നമുക്ക് ഒരു ക്യൂബ് ടിപ്പ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, എപ്സിലോൺ നോട്ടും മ്യൂ നോട്ട് അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് ഇതിൻ്റെ ഏതെങ്കിലും വാല്യൂസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ, ഡയമെൻഷൻ അറിഞ്ഞിരുന്നാൽ രണ്ടാമത്തെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാ? നമുക്കറിയാം c². ഓക്കെ, c² ഈസ് റിലേറ്റഡ് ടു മ്യൂ നോട്ട് ഓൺ എപ്സിലോൺ നോട്ട് ബൈ ദിസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ c²ഉം മ്യൂ നോട്ടും എപ്സിലോണും തമ്മിൽ ഈ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പം ഈസ് ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് c² ഡിവൈഡഡ് ബൈ ദ ഡയമെൻഷൻ ഓഫ് മ്യൂ നോട്ട്. ഓക്കെ, c² ഡയമെൻഷൻ ഡിവൈഡ് ബൈ മ്യൂ നോട്ട്. അപ്പോൾ c² നമുക്ക് c എന്ന് പറയുമ്പോൾ എന്താ? ലെങ്ത് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് എപ്സിലോൺ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ എപ്പോഴും ഓർത്തിരിക്കുക, ഏതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേക്കും ml T⁻⁻2 ആൻഡ് I⁻⁻2. ഓക്കെ, ഇത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, കറണ്ടിൻ്റെ ഡയമെൻഷൻ. ഓൾമോസ്റ്റ് നമുക്ക് ഇതിനെ നമുക്ക് എന്താ ഫോഴ്സ് ബൈ കറണ്ട് എന്ന് എഴുതാം, I² ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ml T⁻⁻2 എന്ന് പറയുമ്പോൾ ഫോഴ്സാണ്, I എന്ന് പറയുമ്പോൾ കറണ്ടാണ്. ഫോഴ്സ് ബൈ കറണ്ട് സ്ക്വയർഡ് ആണ് ആരുടെ? മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഈ ഒരു വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുമ്പം സി ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യൂബ് ടിപ്പായിട്ട് c² മ്യൂ നോട്ട് എപ്സിലോണും ഇവ കണക്ട് ചെയ്യുന്ന ഫോർമുല നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ അത് ഓർക്കാനാണ് എളുപ്പം. അപ്പോൾ മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേക്കും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഫോഴ്സ് ബൈ കറണ്ട് സ്ക്വയർഡാണ്. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്കറിയാം. ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നതാണ്. എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ എപ്പോഴും ഓർത്തിരിക്കുക. എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ മ്യൂ നോട്ടിൻ്റെ ഡയമെൻഷൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ട പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതും പറയുന്നതിന് മുമ്പേ നമുക്ക് 2-3 ചെറിയ ചാർജ് കൺഫിഗറേഷൻ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ആദ്യം ഒരു സ്പിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പിയറിൽ നമുക്ക് 2 വേരിയൻറ്റ്സ് വരാം. സോളിഡ് സ്പിയർ വരാം, ഞാൻ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കാര്യമാണ് പറയാം. ഇനി അടുത്ത് ഒരു ഷെല്ല് വരാം. ഓക്കെ, അപ്പോൾ ഷെല്ല് കൊണ്ട് ഇത് രണ്ടും കണ്ടക്ടേഴ്സാണ്. ഇത് രണ്ടും കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. കണ്ടക്ടർ ആണെങ്കിൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നു, ഷെല്ലാണെങ്കിലും ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, ഈ 2 ഓബ്ജക്റ്റും എസെൻഷ്യലി ദ സെയിം ആണ്. അതായത് ഇതിന് ഒരു
ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് വെളിയിൽ മാത്രമാണ്, വെളിയിലും സർഫസിലും മാത്രമാണ്. വെളിയിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ? KQ/R². അതായത് ഈ രണ്ട് ഓബ്ജക്റ്റ്, ഓക്കെ, സോ ദിസ് ബിഹേവ്സ് ലൈക്ക് പോയിന്റ് ചാർജ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇവരെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് സെയിം ചാർജുള്ള ഒരു ഓബ്ജക്റ്റ്, ഓക്കെ, ഒരു പോയിന്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡായിരിക്കും ഈ രണ്ട് ഓബ്ജക്റ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സോളിഡ് സ്പിയർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സോളിഡ് കണ്ടക്റ്റിംഗ് സ്പിയറും സ്പെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെല്ലും, ഇതെല്ലാം മൂന്ന് ആൾക്കാരുടെയും വാല്യൂ ഒന്ന് തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക, കണ്ടക്ടർ വരുമ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പൊട്ടൻഷ്യലിനെ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനൊരു റിലേഷനുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഒരു 1 ഡയമെൻഷണൽ കേസ് വരുമ്പോഴേക്കും നമുക്ക് -d/dx ഓഫ് പൊട്ടൻഷ്യൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ദി ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്, പൊട്ടൻഷ്യൽ ഒരു സ്കേലാറാണ്. ഓക്കെ, പിന്നെ ഒരു ഡയറക്ഷൻ x hat. ഓക്കെ, സോ ഇതിൻ്റെ ഡയറക്റ്റ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഗ്രേഡിയൻറ്റ് ഓഫ് v എന്നാണ്. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഓഫ് v എന്നാണ്. ഗ്രേഡിയൻറ്റ് ഓഫ് v എന്ന് പറയുമ്പോഴേക്കും -∂/∂x ഓഫ് v i hat പ്ലസ് ഒരു മൈനസ് ഇടാം, -∂/j hat ഓക്കെ. സോ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഇതിന് IJK. ഓക്കെ, ഈ ഒരു ഫോർമുല നമുക്ക് സാധാരണ നമ്മൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നീറ്റിന് 99% ചാൻസും ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തുള്ള, ഈ ഒരു ഫോർമുല ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ വെക്ടറാണ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലറാണ്. പൊട്ടൻഷ്യലിനെ നമ്മൾ എടുക്കുന്നു, അതിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് നെഗറ്റീവ് സൈൻ മറക്കാൻ പാടില്ല. പിന്നെ x hat കൂടി ഇടുമ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ, ഓക്കെ, സോ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സർഫസ് എടുക്കുകയാണ്. ഈ സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു വാല്യൂ ആണ്. വേറൊരു സർഫസ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, സോ ഈ സർഫസിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ V1 ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വാല്യൂ V2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ V1 ഈസ് ലെസർ ദാൻ V2. ഓക്കെ, V1 ഈസ് ലെസർ ദാൻ V2. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ നമുക്ക് അറിയാം, -dv/dx x hat. ഓക്കെ, ഇതൊരു x ഡയറക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ V1 - V2 ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വലുത് മൈനസ് ചെറുത് അല്ലേ. ഇതിൽ വലുത് മൈനസ് ചെറുത് ഏതാ? ഇത് വലുതും ഇത് ചെറുതുമാണ്. വലുത് മൈനസ് ചെറുത്, ഈ ഒരു വാല്യൂ അതിൻ്റെ നെഗറ്റീവ് സൈൻ. ബിക്കോസ് അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ഓൾവേസ് ഫ്രം നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു പൊട്ടൻഷ്യൽ പ്ലെയിൻ അല്ലേ, പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, സോ നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുക്കുന്നു, ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അത് ഇലക്ട്രിക് ഫീൽഡിനെയും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടറാണ്, ആ വെക്ടർ ഇസ് റിലേറ്റഡ് ടു സ്കേലാർ ബൈ ദിസ് എക്സ്പ്രഷൻ. ഇപ്പം പൊട്ടൻഷ്യലിൻ്റെ ഒരു എക്സ്പ്രഷൻ ഒരു KX എന്നോ BX എന്നോ KX² എന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്ത് നെഗറ്റീവ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പം ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോബ്ലത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോള്യൂം തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു വോള്യൂം തന്നിട്ടുണ്ട്. ആ വോള്യൂം ഒരു 0.2 cm³ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 0.2 cm³ ഉള്ള ഒരു വോള്യൂം. ഈ വോള്യത്തിൽ പൊട്ടൻഷ്യൽ, ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഒരു 5 volts തന്നിട്ടുണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ 5 volts ആണ് ഈ 0.2 cm³. അപ്പോൾ നമ്മളോട് ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദി
ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ. ഈ ഫീൽഡിലെ ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓൾറെഡി പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. കാരണം നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പൊട്ടൻഷ്യൽ നമുക്ക് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽസ് മൈനസ് dV/dx ഇൻറ്റു എക്സ് ഹാറ്റ്. ഓക്കെ, ഈ ഒരു റിലേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വോളിയം ഈ ഒരു എക്സ്പ്രഷനിൽ ഇല്ല, ഈ ഒരു എക്സ്പ്രഷൻ ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒരു സ്ഥലത്ത് മാറിയില്ലെങ്കിൽ, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. ഓക്കെ, പൊട്ടൻഷ്യൽ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വോളിയം ആയാലും ലെങ്ത് ആയാലും ഏരിയ ആയാലും ഏതായാലും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണോ, 5 വോൾട്ട് ആവാം 10 വോൾട്ട് ആവാം, എന്തായിരുന്നാലും പൊട്ടൻഷ്യലിന് മാറ്റമുണ്ടോ, പൊട്ടൻഷ്യലിന് ചേഞ്ച് ഇല്ലെങ്കിൽ ഒരു റീജിയനിലോ ഏരിയയിലോ ലെങ്തിലോ പൊട്ടൻഷ്യലിന് ചേഞ്ച് ഇല്ലെങ്കിൽ ഡയറക്റ്റ് വിത്തൗട്ട് കാൽക്കുലേഷൻ നമുക്ക് പ്രോപ്പർട്ടി ബേസ് ചെയ്ത് തന്നെ പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ ഓർ ഇൻ ദാറ്റ് ഏരിയ വിൽ ബി ഓൾവേസ് 0. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നമ്മൾ ഒരു കമ്പാരിസൺ നടത്താൻ പോവുകയാണ്, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ, പൊട്ടൻഷ്യൽ ഒരു പോയിന്റ് ചാർജ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു പോയിന്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ അത് കാരണമുള്ള പൊട്ടൻഷ്യൽ, ഓക്കെ, സോ അത് കാരണമുള്ള പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r. പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്താ, KQ/r. നേരെ മറിച്ച് ഇലക്ട്രിക് ഫീൽഡ് എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്, KQ/r². അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്പാരിസൺ. പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴേക്കും ചാർജ് ബൈ ലെങ്ത് ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് ബൈ ലെങ്ത് സ്ക്വയർഡ് ആയിരിക്കും വിത്ത് ഡയറക്ഷൻ. ഓക്കെ, സോ ദ ഡയറക്ഷൻ മാച്ചസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദി പൊസിഷൻ വെക്ടർ. ഇതിൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമുല വന്നാലും, നമുക്ക് ഡൈപോൾ വന്നാലോ ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഫോർമുല വന്നാലും നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഏതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇതിൽ ഏതാണ് പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേഷൻ വരുമ്പോഴേക്കും മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ വെച്ച് നമുക്കൊരു പൊട്ടൻഷ്യൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഡിസ്റ്റൻസ് r, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു ചാർജ് എടുക്കുകയാണ്. ഓക്കെ, ഏതോ ഒരു ചാർജ്, ഇതാണ് നമ്മളെ ഐഡിയ. ഓക്കെ, സോ ഒരു Q1 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജിന് ചുറ്റും ഫീൽഡ് ഉണ്ടാകുന്നു. ആ ഫീൽഡിൽ ഞാൻ വേറൊരു ഒബ്ജക്റ്റ് Q2 ചാർജ് കൊണ്ടുവയ്ക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ആ Q2 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം ഞാൻ എത്ര വർക്ക് ചെയ്തു, ആ വർക്കാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, ഏത് ചാർജാണോ ഫീൽഡിൽ കൊണ്ടുവയ്ക്കുന്നത് ആ ചാർജിന് നമ്മൾ എഴുതുന്നു മൾട്ടിപ്ലൈഡ് ബൈ VR. സിമ്പിൾ അല്ലേ? ഏത് ചാർജാണ് കൊണ്ടുവയ്ക്കുന്നത്, പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ഏത് ചാർജാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി എഴുതാം, എന്താ, KQ1/r. ഓക്കെ, KQ1 Q2 divided by r. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഒരു പൊട്ടൻഷ്യലിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്പിയറിൽ ഒരു സ്പെറിക്കൽ ഷെല്ലാണെന്ന് വിചാരിക്കുക, സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഓക്കെ, ഇൻസൈഡ് റീജിയനിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. Q ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കാം? സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദി സെൻറ്റർ ടു സർഫസ് എന്നാണ് ചോദ്യം. ഓക്കെ, സർഫസിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് 5s എന്ന് ഇടാം, ഇതിനെ 5 എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ, സർഫസിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് 5s എന്നും സെൻറ്ററിലെ പൊട്ടൻഷ്യലിനെ 5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് 5 to 5s എന്താണ്? അപ്പോൾ നമുക്കറിയാം ഒരു സ്പെറിക്കൽ ഷെൽ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് ഷെൽ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് സ്പിയർ ഏതായാലും, സോളിഡ് സ്പിയർ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ 0 ആയിരിക്കും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് 0 അകത്ത് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്താ, കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. പൊട്ടൻഷ്യൽ ഇതിൻ്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡും കൂടെ അറിഞ്ഞാൽ മതി.
നമുക്ക് സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാ? സർഫസിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ് അല്ലേ? ദിസ് ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എന്താ? KQ/R. ഓക്കെ, അപ്പോൾ നമുക്ക് സർഫസിലെ പൊട്ടൻഷ്യൽ കിട്ടി KQ/R. ഇതിൽ R എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഡിയസാണ്. R എന്ന് പറയുന്നത് റേഡിയസ്. അപ്പോൾ നമുക്ക് സർഫസിൽ കിട്ടി KQ/R. ഓക്കെ, സർഫസിലെ KQ/R ആണ്. ഓർത്തിരിക്കുക, സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇൻസൈഡിലെ പൊട്ടൻഷ്യലും. അപ്പോൾ നമുക്ക് ഇതും KQ/R എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 1:1 എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ ഓർത്തിരിക്കുക, ഒരു കണ്ടക്റ്റിംഗ് ഷെല്ലോ സ്പിയറോ എന്തോ ആയിക്കൊണ്ടുപോട്ടെ, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ്. കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ അകത്തെ പൊട്ടൻഷ്യലും സർഫസിലെ പൊട്ടൻഷ്യലും സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. പിന്നെയുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു കണ്ടക്റ്റീവ് സ്പെറിക്കൽ ഷെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് 10 cm ആണ്. ഓക്കെ, സോ ദ റേഡിയസ് ഓഫ് ഒരു കണ്ടക്റ്റിംഗ് ഒരു സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഷെല്ലാണോ സോളിഡ് ആണോ എന്ന് തന്നിട്ടില്ല, ജസ്റ്റ് സ്പെറിക്കൽ കണ്ടക്ടർ. അതിൻ്റെ റേഡിയസ് 10 cm തന്നിട്ടുണ്ട്. അതിനൊരു ചാർജ് നമ്മൾ കൊടുക്കുകയാണ്. ചാർജ് എത്രയാണ് കൊടുക്കുന്നത്? 3.2 × 10⁻⁻7 കൂളും. ഓക്കെ, സോ 3.2 × 10⁻⁻7 കൂളും. ഇതാണ് ചാർജ്. ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. ഓക്കെ, സ്പെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്? ഓക്കെ, R = 15 cm. സെൻറ്ററിൽ നിന്ന് 15 cm ഉള്ള ഒരു പോയിന്റ്, റേഡിയസ് 10 cm ആണ്. അപ്പോൾ 15 cm ഉള്ള ഒരു പോയിന്റിലെ ഒരു P എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് ചോദ്യം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈ ഓപ്ഷൻ തന്നിട്ടുള്ളത് (10⁴). ബി ഓപ്ഷൻ തന്നിട്ടുള്ളത് സി ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓക്കെ. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഐഡിയ എന്താണ്, ഈ ഒരു പ്രോബ്ലം ഇതിൻ്റെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ ഓപ്ഷൻസിൽ എല്ലാ ടേംസിലും 1.28 ഉണ്ട് അല്ലേ. ജസ്റ്റ് പവേഴ്സ് മാത്രമാണ് വ്യത്യാസം. 10⁴, 10⁵, 10⁷, 10⁶. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളിൽ ഓപ്ഷൻസ് വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം ഉത്തരം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത്, നമുക്ക് എല്ലാത്തിനും ന്യൂമറിക്കൽ ഫാക്ടർ സെയിം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഡിവിഷൻ ചെയ്യേണ്ട, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് പവേഴ്സ് മാത്രം നമുക്ക് റൈറ്റ് എക്സ്പ്രഷൻ എഴുതി പവേഴ്സ് മാത്രം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരത്തിലെത്താം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എഴുതാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താ? ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ ദാറ്റ് ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ്. അപ്പോൾ പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? KQ/R². ഓക്കെ, അപ്പോൾ KQ/R². K എന്ന് പറയുമ്പോൾ 9 × 10⁻⁹. ഓക്കെ, ഈ വാല്യൂ ഓർത്തിരിക്കുക. അപ്പോൾ 9 × 10⁹ മൾട്ടിപ്ലൈഡ് ബൈ Q വാല്യൂ തന്നിട്ടുണ്ട് 3.2 × 10⁻⁻7. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഏത് പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? 15 cm ഉള്ള പോയിന്റ്. അപ്പോൾ 15 cm അല്ലേ, 15 × 15 × 10⁻⁻4. ഓക്കെ, 10⁻⁻2, 10⁻⁻2, 10⁻⁻4. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് 3.2 × 9, 3.2 × 9 ഡിവൈഡഡ് ബൈ ന്യൂമറിക്കൽ ഫാക്ടർ എല്ലാം ഒരു സൈഡിൽ എഴുതാം. 225 × 10⁻9, 10⁻⁻7. അപ്പോൾ 10⁻2 പിന്നെ താഴത്തെ, അപ്പോൾ നമുക്ക് 10⁻6 ആയിട്ട് കിട്ടുന്നു. ഓക്കെ, സോ 10⁻2, 10⁻6. അപ്പോൾ ഇനി ഈ ഒരു ന്യൂമറിക്കൽ ഫാക്ടറിൻ്റെ പവർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ 3.2 × 9, 32 × 9 വരും. ഡിവൈഡഡ് ബൈ 225 ചെയ്താലേ നമുക്ക് 1.2 സംതിങ് കിട്ടും. അപ്പോൾ ആ ലോജിക്ക് വരണമെങ്കിൽ നമുക്ക് ഇതിനെ 32 × 9 ഡിവൈഡഡ് ബൈ 225 × 10⁻32 എന്ന് എഴുതണമെങ്കിൽ എന്താ? 3.2 × 10⁻−1. അപ്പോൾ നമുക്ക് 10⁵ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫാക്ടർ ക്ലോസ് ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 10⁵ ആണ് നമുക്ക് കിട്ടിയ 1.28 10⁵. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ ജസ്റ്റ് ലോജിക്കലി ആർഗ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ്
ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാതെ ഡിവിഷൻ ഒന്നും ചെയ്യാതെ ജസ്റ്റ് നമുക്കിത് 2-3 സ്റ്റെപ്പ് വഴി നമുക്ക് കറക്റ്റായിട്ട് 10⁵ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോമുല ജസ്റ്റ് ഓപ്ഷൻസ് സ്കാൻ ചെയ്യുന്ന വഴി നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താവുന്നതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. A, B and C are 3 points of a uniform electric field. The electric potential is. ഇപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ ഒരു 3 പോയിന്റ്സ് ഉണ്ട്, എയും ബിയും സിയും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയുന്നു. ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. മാക്സിമം അറ്റ് ബി, മാക്സിമം എ, ബി ഓപ്ഷൻ മാക്സിമം അറ്റ് സി, സി ഓപ്ഷൻ മാക്സിമം അറ്റ് ബി ആൻഡ് ഡി ഓപ്ഷൻ സെയിം ഫോർ ഓൾ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഈ സ്കെലാർ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് പൊട്ടൻഷ്യൽ കൂടുന്ന പൊട്ടൻഷ്യൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. അപ്പോൾ ലെഫ്റ്റിലായിരിക്കണം മാക്സിമം പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ലെഫ്റ്റ് കിടക്കുന്ന പോയിൻ്റായ ബി ആണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്. ഇതിൽ ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ ഉള്ളത് ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന പോയിൻ്റാണ് എ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് മാക്സിമം പൊട്ടൻഷ്യൽ. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ ബിയിലാണ്. അപ്പോൾ സി ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് അഡ്വാൻസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ കുറയുന്ന ആ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അഡ്വാൻസ് ചെയ്യുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട്. 2 spheres of different radii are charged individually to have Q charge. If they are connected via wire, then ഇപ്പോൾ 2 സ്പിയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റേഡിയസ് ആയിട്ടുള്ള 2 സ്പിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്പിയേഴ്സിനെ നമ്മൾ സെയിം ചാർജ് Q ചാർജിൽ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ 2 സ്പിയേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. സോ ദെൻ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ചാർജസ് മൂവ് ഫ്രം സ്മോളർ ടു ലാർജർ. ചെറിയ സ്പിയറിൽ നിന്ന് വലിയ സ്പിയറിലോട്ട് ചാർജ് പോകുന്നു. ചാർജസ് മൂവ് ഫ്രം ലാർജർ to smaller, just opposite. Charges doesn't move. Charges move in both direction. അപ്പോൾ ഇതും ഇൻഡയറക്ട്ലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം. നമുക്കറിയാം ചാർജ് ഓൾവേസ് മൂവ്സ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ സ്മോളർ റേഡിയസും ലാർജർ റേഡിയസും. അപ്പോൾ നമുക്കിതിൽ ഏത് സ്പിയറിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ റേഡിയസ് കുറഞ്ഞതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടണം. അപ്പോൾ ചെറിയ സ്പിയറിനായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ചെറിയ സ്പിയറിന് കൂടുതൽ പൊട്ടൻഷ്യലും വലിയ സ്പിയറിന് ചെറിയ പൊട്ടൻഷ്യലും. അപ്പം ചാർജ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, മീനിങ് ഫ്രം സ്മോളർ സ്പിയർ ടു ലാർജർ സ്പിയർ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ചാർജസ് മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻ, അതൊരിക്കലും നടക്കില്ല. ചാർജസ് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകൂ. പക്ഷേ ആ പോകുന്നത് എപ്പോൾ വരെ, അപ്പോൾ ഇങ്ങനെ ഓരോ ചാർജസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ മാറുകയാണ്. പൊട്ടൻഷ്യൽ 2 സ്പിയറിലും പൊട്ടൻഷ്യൽ മാച്ച് ആവുന്ന വരെ നമുക്ക് ചാർജ് ഫ്ലോ നടക്കും. അതായത് 2 സ്പിയേഴ്സ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ ആയ പോയിന്റുകളെ റെപ്രസെൻറ്റ് ചെയ്താൽ അതുവരെ നമുക്ക് ചാർജ് ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോൾ ചാർജ് ഫ്ലോ എപ്പോഴും നടക്കില്ല. ചാർജ് ഫ്ലോയ്ക്ക് ഒരു സമയമുണ്ട്. ആ നടക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ആവുന്നത് വരെ.